നമസ്കാരം. ഞാൻ കലാശാല മുരളി. നമുക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്യാനാണ് തുടങ്ങുന്നത്. വിവിധ മതങ്ങളുടെ ഒരു സംഗമ സ്ഥലമാണ് നമ്മുടെ ഭാരതം. എല്ലാ മതവിഭാഗക്കാരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ലോക നന്മയ്ക്ക് വേണ്ടിയും പ്രവർത്തിക്കാൻ എല്ലാ മതങ്ങളും ഉദ്ഘോഷിക്കുന്നുണ്ട്. നല്ലൊരു ജീവിതം, മരണശേഷവും സ്വർഗീയമായ ഒരു ജീവിതം ലഭിക്കണം, സമാധാനം ലഭിക്കണം, അതിനുവേണ്ടി നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് ജീവിക്കണമെന്ന് എല്ലാ മതവിഭാഗക്കാരും ഉദ്ഘോഷിക്കുന്നുണ്ട്. അതുകൊണ്ട് പാപം ചെയ്യാതെ നല്ല പ്രവൃത്തികളൊക്കെ ചെയ്ത് മുന്നോട്ട് ജീവിക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നതും എല്ലാവരെയും പഠിപ്പിക്കുന്നതും. പക്ഷേ എന്താണ് പാപം, ഏത് പ്രവൃത്തിയാണ് പാപം എന്ന് മനസ്സിലാക്കാതെയാണല്ലോ നമ്മൾ പലരും പ്രവർത്തിക്കുന്നത്. ഞാൻ ഒരു പാപവും ചെയ്യുന്നില്ല എന്നാണ് എല്ലാവരും സ്വയം തന്നെ പറയുന്നതും ഭാവിക്കുന്നതും. ഞാൻ ഇതിന് ഒരു ചെറിയ കഥ പറയാം. പണ്ട് ക്രിസ്തുദേവന്റെ ആ കാലഘട്ടത്തിൽ ഒരു സ്ത്രീയിൽ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ച്, അതായത് അവൾ വ്യഭിചാരിയാണെന്ന് ഉന്നയിച്ചുകൊണ്ട് അവളെ ആളുകൾ അധിക്ഷേപിക്കാൻ തുടങ്ങി. അങ്ങനെ നീതിപീഠത്തിന്റെ മുമ്പിൽ വന്നപ്പോൾ അന്നത്തെ നിയമം അനുസരിച്ചിട്ട് വ്യഭിചാരികളായ ആളുകളെ, പ്രത്യേകിച്ച് സ്ത്രീകളെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നാണ് നിയമം. അങ്ങനെ ആ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലാൻ എല്ലാവരും കൂടെ തീരുമാനിച്ചു. കല്ലെറിയാൻ തുടങ്ങി. അവൾ ഓടി. ജനങ്ങളൊക്കെ പിന്നാലെ ഓടി. കല്ലുകളുമൊക്കെ ആയിട്ടാണ് ഓടുന്നത്. അവൾ ഓടി ക്രിസ്തുദേവന്റെ കാൽക്കൽ വന്ന് വീണു. ക്രിസ്തുദേവൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അപ്പോൾ ആളുകളൊക്കെയും ചുറ്റും കൂടി. അവൾ പറഞ്ഞു, പ്രഭോ, എന്നെ രക്ഷിക്കണം, ഞാൻ നിരപരാധിയാണ്, ഇവരെന്നെ കല്ലെറിഞ്ഞു കൊല്ലാൻ പുറകെ എത്തിയിരിക്കുകയാണ്. ക്രിസ്തുദേവൻ പറഞ്ഞു, മകളെ, നീ വിഷമിക്കണ്ട. അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു, ഇവൾ വ്യഭിചാരിയാണെങ്കിൽ കല്ലെറിഞ്ഞ് കൊല്ലുക, അതാണല്ലോ നമ്മുടെ നിയമം. അതെ, അങ്ങനെ നീതിപീഠം വിധിച്ചിരിക്കുകയാണ് എന്ന് ജനങ്ങൾ ആർത്തട്ടിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോ ക്രിസ്തുദേവൻ അവിടെ കൂടിയവരോടൊക്കെയും പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ഇവളെ കല്ലെറിയട്ടെ. വ്യഭിചാരം എന്ന് പറയുന്നത് പാപമാണല്ലോ. അപ്പോ നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവളെ കല്ലെറിയട്ടെ. ഓടി വന്ന ജനം മുഴുവൻ അവളെ കല്ലെറിയാൻ കൊണ്ടുവന്ന കല്ലുകൾ മുഴുവൻ താഴെയിട്ട് പിന്തിരിഞ്ഞു പോവുകയാണ് ചെയ്തു. അവിടെ എല്ലാവർക്കും ഒരു സ്വയം ചോദ്യം ചെയ്യാൻ, സ്വയം മനസ്സിലാക്കാൻ ഒരു അവസരമാണ് ക്രിസ്തുദേവൻ കൊടുത്തത്. അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? മറ്റുള്ളവരെ, അതായത് മറ്റുള്ളവരെ നമ്മൾ വിമർശിക്കുമ്പോൾ നമ്മൾ സ്വയം വിമർശിക്കണം. നമ്മൾ എങ്ങനെയുള്ളവരാണ്, നമ്മളുടെ പ്രവൃത്തികളൊക്കെ എങ്ങനെയുള്ളതാണ്, അതിനുശേഷം വേണം നമ്മൾ മറ്റുള്ളവരെ വിമർശിക്കാൻ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ. അപ്പോ എന്താണ് പാപം? മറ്റു മനസ്സിനെ വേദനിപ്പിക്കുന്നത് എന്തോ അതാണ് പാപം. അപ്പൊ നമ്മൾ സ്വയം ചിന്തിച്ചാൽ മറ്റുള്ളവരുടെ മേൽ അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കാൻ നമ്മൾ തയ്യാറാവില്ല. അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴാണല്ലോ അവരുടെ മനസ്സ് വേദനപ്പെടുക. അത് പാപമായി മാറും. അപ്പോ പാപം എന്ന് പറയുന്നത് മറ്റു മനസ്സുകളെ വേദനിപ്പിക്കുന്ന എന്തു പ്രവൃത്തിയും അത് പാപമാണ്. അപ്പോ നമ്മൾ മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളെ അനാവശ്യമായിട്ടൊക്കെ വിമർശിക്കുമ്പോൾ നമ്മൾ സ്വയം ചിന്തിക്കുക, ഞാൻ എങ്ങനെയുള്ളവരാണ്, എൻ്റെ പ്രവൃത്തികളൊക്കെയും എങ്ങനെയുള്ളതാണ്, നമുക്ക് മാത്രമല്ലേ അറിയാൻ പറ്റൂ. അതുകൊണ്ട് സ്വയം ചിന്തിക്കുക, പ്രവർത്തിക്കുക. പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ.